എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുട്ട്. നമ്മൾ രാവിലെയൊക്കെ പുട്ടുണ്ടാക്കി ബാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചൂടാക്കി കഴിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിക്കുമല്ലോ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവ്, പുട്ട് കൊണ്ട് ഉപ്പുമാവ്. നമുക്ക് ബാക്കി വന്ന പുട്ടൊക്കെ എടുത്ത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് ഉപ്പുമാവുമാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പുട്ട് ഉണ്ടാക്കി ചൂടാക്കി കഴിക്കണേക്കായി നല്ലതാണ് പുട്ട് കൊണ്ട് ഉപ്പുമാവ്. അതിപ്പോൾ ഇത് രാവിലെ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ പുട്ട് നമ്മൾ ഇങ്ങനെ പൊടിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇത് ചേർക്കാം. അപ്പോൾ ഇത്രയും ടേസ്റ്റ് കൂടും. ഇല്ല തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതാണല്ലോ, ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടിങ്ങനെ പൊടിച്ചെടുത്തു. പുട്ടിങ്ങനെ പൊടിച്ചെടുത്തു. പിന്നെ വേണ്ടത് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ചുവന്നുള്ളി തന്നെ എടുക്കണം കേട്ടോ ടേസ്റ്റ്. സവാളക്കായും ടേസ്റ്റ് ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി ഇങ്ങനെ വട്ടം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. സവാള ചേർക്കും, പക്ഷെ സവാള ചേർത്താൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ചുവന്നുള്ളി തന്നെ ചേർക്കണം, അതാണ് ടേസ്റ്റ്. പറയട്ടെ, ഇത് അറിയാവുന്നവരുണ്ടാവും കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അറിയാൻ പാടില്ലാത്തവരും ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഉപ്പുമാവുന്ന പുട്ടിൻ്റെ ഉപ്പുമാവോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം അറിയാൻ പാടില്ലാത്തവരും ഇഷ്ടംമാരുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണേ. അറിയാവുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അവർ പറയും, ഓ ഇതൊക്കെയാണോ എന്ന് ചോദിക്കും. അപ്പം ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ കാണിക്കണേ കേട്ടോ. പച്ചമുളകും വട്ടത്തിൽ ഇങ്ങനെ അരിയണം. ഇത് വീതി കൂടുതലുള്ള കാരണമാണ് നടുവെ പൊളിക്കണം ഞാൻ. നല്ല വലുപ്പമുള്ള മുളകാണിത്. വലുതായിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്താണ് ഇങ്ങനെ പൊളിക്കണത്. ചെറിയ മുളകാണെങ്കിൽ വട്ടം കൂടെ അരിഞ്ഞ് വെച്ചാൽ മതി. ഇഞ്ചി ഇതുമാതിരി പൊടിയായിട്ട് അരിയണം. ഇപ്പം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഉള്ളി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പാത്രം വയ്ക്കുകയാണ് കേട്ടോ. പാത്രം വെച്ചു. അപ്പം നമ്മൾ ഈ പുട്ടില്ലേ, പുട്ടിൻ്റെ പൊടി ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആവും. പതുക്കെ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. നമ്മൾ ഇത്തിരി വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ചിട്ട് കുറച്ച് തളിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആവും. അത് നല്ല സോഫ്റ്റായിട്ട് വരും. തളിച്ചാൽ മതി. എന്താ ഇതിൽ ഇനി നാളികേരം ഇടണം എന്നുള്ളവർക്ക് നാളികേരം ഇടാം കേട്ടോ. അപ്പം ഇതിൽ നല്ലോണം നാളികേരം ഉണ്ട്, അത് കാരണം ഞാൻ ഇടലില്ല. എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കടുക്, മുളകിട്ട് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ കൂടെ ഉള്ളി. ഉള്ളി നല്ലോണം ചുമന്നു വന്നോട്ടാ. നല്ലോണം മൂത്ത് നല്ല ചുമന്നു വരണം. അപ്പോൾ നല്ല വാസനയുമായിരിക്കും. നല്ലൊരു മണം വരും ഈ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ. സവാള ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ചുവന്നുള്ളി എല്ലാം ചേർക്കണം, ടേസ്റ്റാണ്.
ചേർക്കാം, പക്ഷേ ടേസ്റ്റ് ചുമന്നുള്ളി ചേർക്കണതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ചുമന്നുള്ളി ആക്കാൻ നോക്കണം കേട്ടോ. ഇത് സിമ്പിളാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പുട്ടാണ്. അത് ഉപ്പാവിൻ്റെ സിമ്പിൾ, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. പുട്ട് കുറച്ചെടുത്ത് ഒന്ന് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. പുട്ട് കഴിക്കണേക്കാളും ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. കഴിക്കാത്തവരൊന്ന് അത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇതിന് നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാം, കൂടെ അല്ലെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം. പപ്പടമാണ് എല്ലാത്തിനും ടേസ്റ്റ്. എന്തെങ്കിലും കറികളോ കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ടേസ്റ്റ്. അപ്പം അതാണ് ടേസ്റ്റ്, അതാണ്. പിന്നെ പഴം കൂട്ടി കഴിക്കാം, ഇത്രേ ഉള്ളൂ. അല്ല ഇതിപ്പോൾ ചുമന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഈ പുട്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഉള്ളിയൊക്കെ കിടന്ന് നല്ലോണം എല്ലായിടത്തും ഉള്ളിയൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഈ കുറച്ചിടുക. എന്നിട്ട് ഇത് നല്ലോണം ഇതിൽ കിടന്ന് കുറച്ച് നേരം ഇതിൽ കിടക്കണം. അപ്പോഴാണ് ഈ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് അതിലേക്ക് വരുള്ളൂ. അപ്പം നമ്മുടെ പുട്ടുപ്പുമാവ് റെഡിയായി. അതെ, പുട്ടുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ പപ്പടം കൂട്ടി എന്താ കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും നമുക്ക് പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ബാക്കിയൊക്കെ വരുമ്പോൾ പുട്ടായിട്ട് കഴിക്കാണ്ട് ഇതുമാതിരി ഉപ്പുമാവ് ഉണ്ടാക്കി പപ്പടമോ അല്ലെങ്കിൽ കടലക്കറിയോ എന്താണെങ്കിലും കൂട്ടി കഴിക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുട്ടുപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.